ഹായ് ഫ്രണ്ട്സ്, ഡാർക്ക് എഫ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂബി ജോജി. ഇത് ഞങ്ങളുടെ ചാനൽ ഡാർക്ക് എഫ്. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. ഒരു ചെറിയ സാമ്പാർ, ബിഗിനേഴ്സിന് വേണ്ടി ഒരു ചെറിയ കൂട്ടുതോരൻ. ഓക്കെ, അപ്പോൾ ഓടിവായോ, നമുക്ക് കയറിയാക്കാൻ ചാനലിലോട്ട്. എന്നാൽ പിന്നെ ഇന്നൊരു കൂട്ടുതോരനാകാം അല്ലേ. അടുത്തത് കൂട്ടുതോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കൂട്ടുതോരന് വേണ്ടി എടുത്താക്കുന്ന പച്ചക്കറി നമ്മുടെ ക്യാബേജും ക്യാരറ്റുമാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല കൊത്തി അരിഞ്ഞ് വെച്ചേക്കുവാണ്. ക്യാബേജ്, ക്യാരറ്റ്, നമ്മുടെ പച്ചമുളക്, ഒരു 2-3-4 കറിവേപ്പില, പിന്നെ നമ്മുടെ പച്ചമുളക്, ഇത്രയും സവോള, ഇത്രയും നന്നായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് വലുതായിട്ട് അരിഞ്ഞ് വെക്കണം. ആ കൂടത്തിൽ നമുക്ക് നമ്മുടെ തേങ്ങ കുറച്ച് ചിരണ്ടിയ തേങ്ങ ഇടണം. ചിരണ്ടിയ തേങ്ങ ഇട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇച്ചിരി ഉപ്പൊക്കെ പാകത്തിനാണ് കേട്ടോ. അപ്പം നമ്മൾ സ്പൂണ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, ഇത്ര എടുക്കണം. അതൊന്നും ഉപ്പൊക്കെ ചെറിയൊരു പാകത്തിന്. പിന്നെ നമ്മുടെ തോരൻ്റെ അകത്ത് നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കത്തില്ല അല്ലേ. അപ്പം നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു മല്ലിപ്പൊടി മാത്രം മതി. ഇപ്പം മല്ലിപ്പൊടി എടുക്കുവാണ്. അത് ഒരു അര ടീസ്പൂൺ മതി കേട്ടോ. അര ടീസ്പൂണൊന്നും വേണ്ട, കുറച്ച് മതി ഒരു കളറിനല്ലേ. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ എടുക്കണം. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അതിനെ തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ ഇതിലോട്ട് നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച്, കാണുന്നുണ്ടോ? സൗണ്ട് ഓഡിബിൾ ആണോ എന്നറിയത്തില്ല. നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം. പിന്നെ നമുക്ക് 5-10 മിനിറ്റ്, അതിൽ കൂടെ ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അതിലൊന്നും മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന് കൂട്ടുതോരന് ഇനി അങ്ങ് അടുപ്പിലോട്ടാക്കാം അല്ലേ. കണ്ടോ, നല്ലതായിട്ടത് ഒന്ന് പിടിച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീനിച്ചട്ടിയിലോട്ട് ഒരു സ്പൂൺ എണ്ണ, 1-2 സ്പൂൺ ടേബിൾ സ്പൂണാണ് കേട്ടോ. അധികം എണ്ണ വേണ്ട. എണ്ണ കൊളസ്ട്രോളൊക്കെ നമുക്കുണ്ടാക്കും. അതുകൊണ്ട് എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് നോക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കടുകിട്ട് കൊടുക്കണേ. കടുക് നല്ല പൊട്ടി വരുന്നുണ്ടല്ലേ. പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമ്മുടെ ചുമന്ന വറ്റൽമുളക് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഇത് ഇട്ട് കൊടുക്കുക.
നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മുടെ കൂട്ട് പച്ചക്കറികളെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഒരു 2 മിനിറ്റ് ഫുൾ സിമ്മിലിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അതിനകത്ത് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കല്ല. ആ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ക്യാബേജിൻ്റെ അകത്തൊക്കെ വെള്ളമുണ്ട്, ക്യാബേജുണ്ട്, നമ്മുടെ സവോളയുണ്ട്. അതിൻ്റെ അകത്തുനിന്നെല്ലാം വെള്ളം ഇറങ്ങി അത് തന്നെ അങ്ങ് നല്ലതായിട്ട് വെന്തോളും. ഒരു 2 മിനിറ്റ് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്ത് അത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടക്കുമ്പോഴത്തേക്ക് നമ്മളതിനെ സിമ്മിൽ വയ്ക്കുക, അടച്ചു വെച്ചേക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പം നമുക്കതിനെ സിമ്മേ വെച്ചിട്ട് എല്ലാം ഉണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കില്ല കേട്ടോ. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ചേക്കാം. മൂടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തിരികെ വീഡിയോയിലോട്ട് വരാം. നമ്മുടെ കൂട്ടുതോരൻ നോക്കിക്കേ, നല്ലതായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മൂടി വെച്ചിട്ട് ഒരു 2-3 തവണ അതിനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ ഇപ്പോഴാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിന് മുമ്പ് 2-3 തവണ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അതായത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു. നോക്കിക്കേ, തോരൻ എന്ത് നല്ലതായി കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂട്ടുതോരൻ. അപ്പം ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക്. തോരനുമായി എല്ലാം കറക്റ്റാണ് തോരൻ്റെ. ഓക്കെ, അപ്പം വേറെ ഒരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. പിന്നെ കാണാം കേട്ടോ.